എന്ന് കിട്ടും. ഓക്കെ, 1000 ആൺകുട്ടികളും 800 പെൺകുട്ടികളുമാണ് എന്ന് കിട്ടും. ഇനി ഈ ചെങ്ങായിമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാര്യം? ആ കാര്യം എന്തോ ഒരു കാര്യം പറഞ്ഞില്ലേ? 30% ഓഫ് ദ ഗേൾസ് ആർ ലേണിംഗ് കാരംസ്. ഓക്കെ, 30% ഓഫ് ദ ഗേൾസ് കാരംസ് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, എന്ത്? ആകെ ടോട്ടൽ ആളുകളിൽ 35% കാരംസ് പഠിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, 35% കാരംസ് പഠിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ 1800ന്റെ 35% എന്ന് പറഞ്ഞാൽ 1800ന്റെ 10% എന്ന് പറഞ്ഞാൽ 180 ആവുമ്പോൾ 1800 35% എന്ന് പറയുമ്പം 600 630. ഓക്കെ, 1800ന്റെ 35% എന്ന് പറയുമ്പോൾ നമുക്ക് 630 എന്ന് കിട്ടും. അപ്പൊ ടോട്ടലി 630 എന്താണ്? ടോട്ടൽ കാരംസ് ആണ്. ഈ 630 എത്ര ഗേൾസ് ഉണ്ട്? 30% ഗേൾസ് ഉണ്ട്. ആകെ എത്ര ഗേൾസ് ഉള്ളത്? 800 ഗേൾസ് ആണുള്ളത്. ഓക്കെ, ആകെ ഉള്ളത് 800 ഗേൾസ് ആണുള്ളത്. അപ്പൊ 800ന്റെ 30% എന്ന് പറഞ്ഞാൽ ഗേൾസ് എന്ന് പറഞ്ഞാൽ 240 ആണ്. 240 ആണ്. ഓക്കെ, 240 ആണ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അപ്പം 240 ഗേൾസ് ആണുള്ളത്. അപ്പം ടോട്ടൽ കാരംസിൽ എത്ര ബോയ്സ് ഉണ്ട്? 630 240 കുറച്ച 390 ബോയ്സ് ആണ് കാരംസ് കളിക്കുന്നത്. ഉത്തരം കിട്ടി അല്ലേ? 390 ബോയ്സ് കാരംസ് കളിക്കുമ്പോ ആകെ 1000 ബോയ്സ് ആണ് ഉള്ളതെങ്കിൽ സ്ക്വാഷും ചെസ്സും കളിക്കുന്ന ബോയ്സിന്റെ എണ്ണം 1000 കുറക്കണം 390. ദാറ്റ് ഈസ് ഈക്വൽ ടു 610. 1000 കുറക്കണം. ഓക്കെ, 1000 കുറക്കണം 390. ദാറ്റ് ഈസ് ഈക്വൽ ടു 610. സോ വിൽ ബി ഹാവിങ് 610 as a correct answer. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന ക്വസ്റ്റ്യനുകളുടെ പ്രത്യേകത കുറെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഒരു 65% കാണാം, ഇവിടെ ഒരു സാധനം കുറക്കുക, ഇവിടെ 2 കൂട്ടുക, കുറക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഏതൊക്കെയാണ് കൂട്ടേണ്ടത്, ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടത് എന്ന് അറിയണം. ക്വസ്റ്റ്യൻ മാത്തമെറ്റിക്കലി കോംപ്ലിക്കേറ്റഡ് അല്ല, കോൺസെപ്ച്വലി കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞ കോളേജ് ബിയിൽ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഓഫ് ഗേൾസ് 5:4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 35% കാരംസ് ആണെങ്കിൽ ബാക്കിയുള്ളത് 65%. 65% എന്ന് പറഞ്ഞാൽ 1170 ആണ്. ഓക്കെ, 65% 1170 ആണെങ്കിൽ നമ്മൾ 1170 ഈസിക്കൽ 65% എന്നിടുന്നു. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ 100% എന്ന് കാണുന്നു. 100% എന്ന് പറഞ്ഞാൽ 1800 ആണ്. ഓക്കെ, 100% എന്ന് പറഞ്ഞാൽ 1800 ആണ്. അപ്പൊ ടോട്ടൽ 1800 ആണ്. ഇതിൽ 5 ഭാഗം ബോയ്സ് ആണ് 1000, 4 ഭാഗം ഗേൾസ് ആണ് 800. ഗേൾസ് 800 എന്ന് കിട്ടി. കാരംസ് കളിക്കുന്ന ടോട്ടൽ ആളുകളുടെ എണ്ണം 630 എന്ന് കിട്ടി. കാരണം 1800ന്റെ 35% അതിൽ 30% ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗേൾസിന്റെ 30% ഓഫ് ദ ഗേൾസ്, അതിന്റെ 30% എന്നല്ല, ഗേൾസിന്റെ 30% 240 കിട്ടി. അപ്പൊ ബോയ്സ് 340 കിട്ടി. ആകെയുള്ള ബോയ്സ് 1000-ഉം കാരംസ് കളിക്കുന്ന ബോയ്സ് 390 ആയതുകൊണ്ട് ബാക്കിയുള്ള ചെസ്സും സ്ക്വാഷും കളിക്കുന്ന ബോയ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1000-ൽ നിന്ന് 390 കുറച്ചാലുള്ള 610 ആകുന്നു. ഓക്കെ, 610 ആകുന്നു. That's it. Okay, so I hope it's clear. Moving to the next one.
യാ, അടുത്തത് what is the difference between the sum of the number of students in college B and college C together and the number of students learning caroms in college A? ഇത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇത് മതി എന്ന് നിങ്ങൾക്ക് തോന്നുകയൊക്കെ ചെയ്യും. ആ മതി എന്ന് തോന്നുന്ന ആ മൊമെന്റിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു റെഡിനെസ് ഉണ്ടല്ലോ, അതിലാണ് നിങ്ങൾക്ക് JRF കിട്ടുക കേട്ടോ. ഓക്കെ, ഇനി മതിയും തോന്നുമ്പോൾ ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് JRF കിട്ടുക. അപ്പൊ അതുകൊണ്ട് എത്ര മടിച്ചാലും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ ഈ വീഡിയോ ഓണാക്കിയാൽ ഒരു സുഖം എന്താ പറയുന്നതാ, ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ലീവ് ചെയ്യും. ആ ലീവ് ചെയ്യുന്ന ആൾക്കാർ ആ മടി എന്നുള്ള ഒരു സമയത്ത് ബോറടിച്ചിട്ട് പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാത്ത ആളുകളാണ്. അപ്പൊ ഈ വീഡിയോ ഓൺ ആക്കാത്തവര് പോയാൽ ആരും അറിയില്ല, വീഡിയോ ഓൺ ആക്കിയാൽ പോയാൽ എല്ലാവരും അറിയും. ഞാനൊക്കെ അറിയാം അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പം അതാണ് വീഡിയോ ഓൺ ആക്കിയാലേ മെച്ചം. മനസ്സിലായോ? മുസിനെ ഞങ്ങൾ പോയാൽ ഞാൻ അറിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ പോവില്ല. അപ്പൊ പോകാൻ പറ്റൂല എന്നുള്ള പ്രഷർ കൊണ്ട് നിങ്ങൾ കുറച്ച് നേരം നിൽക്കൂലേ? ഇപ്പൊ മനസ്സിലായില്ലേ? നാളെ തൊട്ട് ഇനി തുടങ്ങുമ്പോൾ വീഡിയോ ഓൺ ആക്കി കുടുങ്ങി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ബിയർ ചെയ്യാൻ പറ്റാത്തൊരു സമയമാകുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റിനോടൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. മനസ്സിലായില്ല എന്താ അതിന്റെ ബെനിഫിറ്റ്? ഓക്കെ, യാ. What is the difference between the then question? What is the difference between the sum of the number of students in college B and college C together and the number of students learning carom in college A? Easy അല്ലേ? Difference between the number of students in college B and college C together. Number of students in college B എത്ര? നമ്മൾ ഓൾറെഡി ചെയ്തില്ലേ, 1800. കോളേജ് സി എത്ര? എങ്ങനെ കാണുക? കോളേജ് സി എന്ന് പറഞ്ഞ എങ്ങനെയാണ്? കോളേജ് സി എന്ന് പറയുമ്പോൾ ഇതാണ് 1260 എത്ര ശതമാനം? കാരംസ് 40%, ബാക്കി 60%. എക്സ് എന്ന് പറഞ്ഞാൽ 100%. എക്സ് ഈസ് ഈക്വൽ ടു 1260 ഇൻറ്റു 100/60 ഈസ് ഈക്വൽ ടു 2100. 2100 കളിയാണല്ലോ, 2100. സോ കോളേജ് സി 2100 ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് കാരം ഇൻ കോളേജ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കാരം ഇൻ കോളേജ് 100% എന്ന് പറഞ്ഞാൽ 3000 എന്ന് പറഞ്ഞാൽ 900 നമ്മൾ പഠിച്ചില്ലേനോ? 900 അല്ലേ 30%? സാറേ 900. ഇപ്പൊ ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ കോളേജ് ബി ആൻഡ് കോളേജ് സി. അത്ര 1800 പ്ലസ് 2100 ഈസ് ഈക്വൽ ടു 3900. ഇതും ഇതിൽ നിന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ കോളേജ് സിയിലെ കാരം കുറക്കാനാ പറഞ്ഞു. 3900 കുറച്ച 3000. So answer is 3000. Answer is we have option A 3000 as a correct answer. Okay, so we have option A 3000 as a correct answer. Yeah, option A 3000 as a correct answer. Okay, clear? Comparatively easier one, right? അടുത്തത്, if the ratio of the number of students learning chess in college C to college E is 7:A, the number of students learning Scotch in college 20% of college, and the number of students learning carom in college 30% of college D. What is the total number of students in college E? Man, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടണം അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അഞ്ചിത ഇഷ്ടപ്പെടണം. ബിക്കോസ് ക്വസ്റ്റ്യൻ ഒരു സുഖമല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് നോക്കാം.
if the ratio of the number of students learning chess in college C to college E is 7:9. കോളേജ് സി ടോട്ടൽ എത്ര നമ്മൾ കണ്ടതല്ലേ? 2100 തന്നെയല്ലേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലഞ്ജലി 2100 അല്ലേ? ഇനിയോ വൺസ് അപ്പോൺ എ ടൈം നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ 2100. കോളേജ് ഇ സി ടു കോളേജ് ഇ 7:9 ആണ്. കോളേജ് ഇ 7:9 ആണ്. ഇത് 7 ആണെങ്കിൽ ഞാൻ എത്ര? 2100 7 പാട്ടാണെങ്കിൽ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ 2100 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു 300. അപ്പൊ 9 പാട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 300 × 2700. അപ്പൊ ഈന്റെ ടോട്ടൽ നമുക്ക് കിട്ടി. ഈന്റെ ടോട്ടൽ നമുക്ക് കിട്ടി അല്ലെ? 2700 എന്ന്. ഇനി the number of students learning squash in college E is 20% more than that of college B. The number of students learning squash in college is 20% more than that of college B. 20% more than that of college B എന്ന് പറയുമ്പോൾ സ്ക്വാഷ് ആവില്ലേ? അവിടെ നോട്ടെ. Number of students learning caroms in college E is 30% less than that of college D. What is the total number of students in college E? Sorry, ട്ടോ. എന്താണ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഫസ്റ്റ് മിസ്റ്റേക്ക് വന്നില്ലേ? ഫസ്റ്റ് മിസ്റ്റേക്ക് വന്നല്ലോ ഹക്കീം ബായ്. ഈ 7:9 എന്ന് പറഞ്ഞാൽ ചെസ് ആണ്. ചെസ് പ്ലസ് സ്ക്വാഷ് അല്ല. അപ്പൊ ആദ്യം നമ്മൾ ചെസ് എടുക്കണം. ചെസ് ആണ് അല്ലെ? അപ്പം ടോട്ടൽ നമുക്കുള്ളത് 2100 അല്ല, 1270 ആണ്. ചെസ് അല്ലേ കൂടുതൽ സ്ക്വാഷിനേക്കാളേറെ? അങ്ങനെ നമ്മൾ പഠിച്ചത് ചെസ് ആണ്. അപ്പൊ 1170 നമ്മൾ പഠിച്ചിരുന്നു. ചെസ് എത്രയെന്ന് ചോദിച്ചാൽ 600ഉം 570ഉം അല്ലെ? സോ വി ഹാവ് ചെസ് as 600 അല്ലെ? ചെസ് as 600. കോളേജ് സി കോളേജ് ബിയിൽ 600. നമുക്ക് കോളേജ് സി ആണ് തന്നത്. കോളേജ് സി ടു ഇ 1260. 1260 ചെസ് എത്രയെന്ന് ചോദിച്ചാൽ ആദ്യം 1260 140 കുറക്കുമ്പോൾ 1120. 1120 പകുതി എന്ന് പറഞ്ഞാൽ 560. 560 150 700. 700ഉം 560ഉം ആണ്. അപ്പൊ ചെസ് എന്ന് പറയുമ്പോൾ വി ഹാവ് 700. ഓക്കെ, ചെസ് എന്ന് പറയുന്നത്. സോ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ചെസ് ഇൻ കോളേജ് സി ടു കോളേജ് ഇ. കോളേജ് 7:9. 700 7 പാട്ടാണെങ്കിൽ 9 പാട്ട് എന്ന് പറഞ്ഞാൽ പറയാനൊന്നുമില്ല. 900 9 പാട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, number of students learning squash in college E is 20% more than that of college squash. Number of students learning squash in college E 20% more than that of college B. അപ്പൊ കോളേജ് ബിയിൽ നമുക്കറിയാം സ്ക്വാഷ് എത്രയെന്ന് ചോദിച്ചാൽ ചെസ് ആണ് സ്ക്വാഷിനേക്കാളേറെ കൂടുതൽ. ചെസ് എന്ന് പറയുന്നത് 600 ആണെങ്കിൽ സ്ക്വാഷ് 570 ആണ് അല്ലെ? സ്ക്വാഷ് 570 ആണ്. സ്ക്വാഷ് എത്ര ശതമാനം കൂടുതൽ? 20% ആണ് കൂടുതൽ. 57ന്റെ 20% എന്ന് പറഞ്ഞാൽ 57ഉം 57ഉം 114. 570ക്ക് 114 കൂട്ടിയാൽ 684. ഓക്കെ, വി ഹാവ് 684. അപ്പൊ എന്ത് കിട്ടി? ചെസ്സിന്റെ എണ്ണം കിട്ടി, സ്ക്വാഷിന്റെ എണ്ണം കിട്ടി. പിന്നെ എന്താ അവർ പറഞ്ഞേ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് കാരം ഇൻ കോളേജ് ഈസ് 30% ലെസ് ദാൻ ദാറ്റ് ഓഫ് കോളേജ് ഡി. കോളേജ് ഡിനേക്കാൾ വളരെ 30% ലെസ് ആണ്.
അപ്പൊ കോളേജ് ഡിയില് ക്യാരംസ് എത്ര ആളെ കളിക്കുന്നത്? നമ്മൾ പഠിച്ചതാണ് 1800 എന്ന് പറഞ്ഞാൽ 25%, 25 എന്ന് പറഞ്ഞാൽ 600. അപ്പം 600ആണുള്ളത്. 600-നേക്കാളേറെ 30% കുറവാണ്. 600-നേക്കാളേറെ 30% കുറവാണ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 30% ലെസ് ദാൻ ദാറ്റ് ഓഫ് കോളേജ് ഡി. ഓക്കെ, കോളേജ് ഡിയേക്കാളേറെ 30% എന്നാണ് പറയുന്നത്. അപ്പൊ 600-ന് 30% എന്ന് പറഞ്ഞാൽ 180. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് 180 600 എന്ന് കുറച്ചാൽ 420 എന്ന് കിട്ടി. 420 എന്ന് കിട്ടി. സോ വി ഹാവ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോളേജ് ഡിയിലെ ചെസ്സിന്റെ എണ്ണം കിട്ടി, സ്ക്വാഷിന്റെ എണ്ണം കിട്ടി, ക്യാരംസിന്റെ എണ്ണം കിട്ടി. ചോദ്യം എന്താ? ചോദ്യം ടോട്ടൽ നമ്പർ ആണ്. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ചെസ് പ്ലസ് സ്ക്വാഷ് പ്ലസ് ക്യാരംസ് ആണ്. ഇത് കൂടി കൂട്ടിയ 900, 684, 1584, 420, 1000, 2004. So we have option B, 2004 as the correct answer. Okay, so we have option B, 2004 as the correct answer. Okay, option B, 2004 as the correct answer. Clear? Yeah. Hello? ഞാനേ എൻവിയോൺമെന്റിന്റെ ക്ലാസ് എടുക്കാൻ നമ്മളെ ക്യാമറാമാനെ വിളിക്കണല്ലേ. പേപ്പറിലെ ക്യാമറാമാനൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെയാണ്. നിങ്ങൾ ഇപ്പൊ 11 മണിക്കൊക്കെ വിളിച്ചിട്ട് പോവാന്നൊക്കെ പറയണത്. ഒക്കെ ഞാൻ കാരണമാണ്. പാവങ്ങളാണ്. നമ്മളെ സമയകാല സ്ഥലബോധമില്ലാത്തതിന് അല്ലേ? സാറില്ല, തെറ്റാക്കാം. ഇത് ഒന്നുകൂടി പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ, റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ചെസ് ഇൻ കോളേജ് സി ടു കോളേജ് 7:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോളേജ് സിയിൽ ചെസ് കളിക്കുന്ന ആളുകളുടെ എണ്ണം കാണും. അപ്പൊ കോളേജ് സിയിൽ നമുക്ക് 100% ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ ചെസ് സ്ക്വാഷ് നമ്മൾ കാണുമ്പോൾ ഡിഫറൻസ് 140 പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ചെസ് കളിക്കുന്ന ആളുകൾ 700 ആണെന്ന് കിട്ടും. സ്ക്വാഷ് കളിക്കുന്നത് 560 ആണെന്ന് കിട്ടും. അപ്പം കോളേജ് സിയിൽ ചെസ് കളിക്കുന്നത് 700 ആണ്. ഈ 700 എന്ന് പറഞ്ഞാൽ 7 പാർട്ടാണ്. അപ്പൊ നമുക്ക് കോളേജ് സിയിൽ ചെസ് കളിക്കുന്ന എണ്ണം എന്ന് പറഞ്ഞാൽ 9 പാർട്ടാണ്. 9 പാർട്ടാണ്. ഓക്കെ, അപ്പൊ 9 പാർട്ട് എന്ന് പറയുമ്പോൾ 700 ഇവിടെ കിട്ടുമ്പോൾ ഇവിടുത്തെ ചെസ് എന്ന് പറയുമ്പോൾ നമുക്ക് 900 എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ ചെസ് എന്ന് പറയുമ്പോൾ നമുക്ക് 900 എന്ന് കിട്ടും. സെറ്റ്. ഇനി നമ്മളോട് പറഞ്ഞത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് സ്ക്വാഷ് 20% മോർ ദാൻ ദാറ്റ് ഓഫ് കോളേജ് ബി ആണ്. അപ്പൊ നമ്മൾ കോളേജ് ബിയിലെ സ്ക്വാഷ് കാണും 570 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ 20% കൂടുതലാണ്. 570-ന്റെ 20% എന്ന് പറഞ്ഞാൽ 114 ആണ്. 570-ക്ക് 114 കൂട്ടിയ 684 എന്ന് കിട്ടും. ഓക്കെ, 684 എന്ന് നമുക്ക് കിട്ടും. സോ വി ഹാവ് 684. ഇനി നമ്മൾ ക്യാരംസിലേക്ക് പോകും. അപ്പോൾ ക്യാരംസ് പറഞ്ഞത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ക്യാരംസ് 30% ലെസ് ദാൻ ദാറ്റ് ഓഫ് കോളേജ് ഡി. അപ്പൊ കോളേജ് ഡിയിലെ ക്യാരംസിന്റെ എണ്ണം നമ്മൾ കാണും. ഓക്കെ, കോളേജ് ഡിയിലെ ആകെയുള്ള ആളുകൾ 75% 1800 ആണ്. ക്യാരംസ് 25% സോ 25% എന്ന് പറയുമ്പോൾ 600 ആണ് കിട്ടും. എങ്ങനെ 25% 600 കിട്ടുന്നത്? 75% 1800 ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ 75% 1800 ആണ്. 25% അതിന്റെ 3-1 ഭാഗമാണ് 600 ആണ്. ഈ 600-ല് 30% 600-നേക്കാളേറെ കുറവാണ് ചെസ് കളിക്കുന്നവർ. അപ്പൊ 600-ന്റെ 30% എന്ന് പറഞ്ഞാൽ 180 ആണ്. 600-ന് 180 കുറച്ചാൽ 420 ആണ്. ഓക്കെ, 420 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചെസ് ഉള്ളത് 900 ആണ്. ഓക്കെ, സ്ക്വാഷ് ഉള്ളത് 684 ആണ്. ക്യാരംസ് ഉള്ളത് 420 ആണ്. ടോട്ടല് 2004 ആണ്. ഓക്കെ, ടോട്ടല് 2004 ആണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ടൺ ടൺ. ഒരുമാതിരി ചോദ്യമല്ലേ, ലോക്കൽ ചോദ്യം കണ്ടിട്ടല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് കേരളത്തിൽ കോളേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ, ഭയങ്കര ഈസി ആയിപ്പോയി. കണ്ടിട്ട് സുഖം തോന്നില്ലല്ലോ നിങ്ങൾക്ക്, ഭയങ്കര ഈസി ആയിപ്പോയി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് കാരം ഇൻ കോളേജ് സി, കാരം ഇൻ കോളേജ് സി 40% 40% എന്ന് പറഞ്ഞാൽ 1260 എന്ന് പറഞ്ഞാൽ ഓക്കെ 100%. സോറി, ഇപ്പോൾ നേരത്തെ കണ്ടല്ലേ, എത്ര 40%? 1260 40% എന്ന് പറയുമ്പോ എങ്ങനെ 40% കാണാം? 1260 എന്ന് പറഞ്ഞാൽ 60%. അപ്പൊ നമുക്ക് 40% കാണേണ്ടത്. ഓക്കെ, 1260 എന്ന് പറഞ്ഞാൽ 60%. എക്സ് എന്ന് പറഞ്ഞാൽ 40%. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 1260 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 60. അപ്പൊ എത്ര? 840. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 840 പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് കാരംസ് ഇൻ കോളേജ് സി. ആയിക്കോട്ടെ, ഇത് എത്ര ശതമാനം കുറവാണ് ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ചെസ് ഇൻ കോളേജ് എ? കോളേജ് എയിൽ ചെസ് നമ്മൾ നേരത്തെ കണ്ടതല്ല, 2100 കൂടുതൽ കളിക്കുന്ന ചെസ് അല്ലേ, ചെസ് അല്ലേ 900 1200 അല്ലെ. 200 ചെസ് എന്ന് പറയുമ്പോൾ 900 എന്നാണുള്ളത്. Dash percentage less than the number of students. Carom C is divided by 840. 60 divided by 840. Number of students learning Carom in college C 840 is മാറിയല്ലോ, less than the number of students learning chess in college. സോറി 1200 ആണല്ലേ, സോറി 1200 ആണ്. 900 360 what will be the answer? അപ്പൊ എന്താ ചോദിച്ചാൽ ഈ 1200 840 അതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 360. ഈ ഡിഫറൻസ് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലാകെ കൺഫ്യൂഷൻ വരെ എവിടെ അറിയോ? ഈ 360/840 ആണോ 360/1200 ആണോ? ഇതിലാണ് കൺഫ്യൂഷൻ വരിക. ഇപ്പൊ എന്താ ആലോചിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒരു അവസാനം ഉണ്ടല്ലോ, ലെസ് ദാൻ എന്തിനാണ് പറഞ്ഞത് ചോദിച്ചാൽ ലെസ് ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡന്റ് ലേണിംഗ് ഇൻ ചെസ് കോളേജ് എ. കോളേജ് എയിലുള്ള ചെസ്സിനേക്കാളേറെ എത്ര ശതമാനം കുറവാണ് എന്ന് പറഞ്ഞാൽ 360 കോളേജ് എയിലുള്ള ചെസ് എന്ന് പറയുമ്പോൾ 1200 ആണ്. 360/1200 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 30%. ഓക്കെ, 360/1200 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 30%. വിൽ ബി ഹാവിംഗ് ഓപ്ഷൻ ഡി 30% as a correct answer. Okay, option D 30% as a correct answer. Clear? ടൺ ടൺ ടൺ. ടാറ്റ മതിയോ? എൻവിയോൺമെന്റിലേക്ക് പോവാനായിട്ടുണ്ടോ ഏഞ്ചൽ? എന്താണ്? Yeah. What about others? Yeah. ഒരു ബ്രേക്ക് തരോ ഇൻ ബിറ്റ്വീൻ ഇതൊക്കെ.
ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചുവരവ് ഉണ്ടാവോ ഗായത്രി? തിരിച്ചുവരവ് ഉണ്ടാവോ? യാ ഓക്കെ. യാ നമുക്ക് എൻവിയോൺമെന്റ് ഫോർ ദ ടൈം, സോറി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഫോർ ദ ടൈം ബീങ് ഓക്കെ നമുക്ക് നിർത്താം. കുറച്ചധികം ആയി എന്നുള്ളത് കൊണ്ട്. ഓക്കെ, സോ ബേസിക്കലി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എൻവിയോൺമെന്റ് ആസ്പെക്റ്റിലേക്ക് തുടങ്ങാം അല്ലെ. ബ്രേക്ക് സീനാവോ? ഇനി കണ്ണിന് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഇനി എൻവിയോൺമെന്റ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ണ് പൂട്ടി കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ണ് തുറന്ന് കാണണ്ട, കണ്ണ് പൂട്ടി ഇങ്ങനെ കണ്ടാൽ. ഞാൻ ഇനി പറയുന്നൊക്കെ ഇങ്ങനെ എന്റെ കുറച്ച് കുട്ടികൾ സ്ട്രെയിൻ ആയതുകൊണ്ട് കണ്ണ് പൂട്ടി കാണുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് ഓലെയും കൂടി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വോയിസ് ആയിട്ട് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഡാറ്റ കുറച്ച് നിർത്താം, കാരണം ഡാറ്റ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ ആദ്യത്തിന്റെ കുറച്ചൊരു ഇത് ഉണ്ടാവും. ഇൻ ദ എൻഡ് ഓൾ ദിസ് ക്ലാസ് ഹാസ് ടു ബി എഫക്റ്റീവ്. ഓക്കെ, നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമുക്ക് സമയം ഉണ്ടല്ലോ, എക്സാം 19 ദിവസങ്ങളുണ്ട്. ഇനിയും ഡാറ്റ ചെയ്യാനുള്ള മതിയായ സമയങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഡോണ്ട് വെറി, വി വിൽ സ്റ്റാർട്ട് വിത്ത് എൻവിയോൺമെന്റ്. ബ്രേക്ക് വേണോ? ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? ബ്രേക്ക് പണി പാളോ എന്ന് സംശയമുണ്ട്. പുതിയ ലിങ്ക് ആയിരിക്കും. ലിങ്ക് JRFisത്തിൽ വരുന്നതായിരിക്കും. ഓക്കെ, ലിങ്ക് JRFisത്തിൽ വരുന്നതായിരിക്കും. ചെറിയൊരു ബ്രേക്ക് എനിക്ക് വേണം, കാരണം ഈ ഇരുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു സുഖമല്ല. ഇപ്പൊ നടന്ന് നിന്ന് ക്ലാസ് എടുക്കണല്ലോ, അപ്പോഴാണ് ഒന്നും ഒരു രസം ഉണ്ടാവുക. സ്റ്റുഡിയോയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ മാറേണ്ടതുണ്ട്. ക്യാമറമാൻ എന്തായി നോക്കട്ടെ, ഒന്ന് ബ്രേക്ക് എടുത്തോ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ഈ കംപ്ലീറ്റ് ഒരു കാര്യം ചെയ്യാം, ഈ കംപ്ലീറ്റ് PPT ഞാൻ നാളെ നിങ്ങൾക്ക് തരാൻ പറയാം. അപ്പൊ ഈ ഓർഡറിൽ നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ. ലേറ്റസ്റ്റ് ഇതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത രീതി. ഓക്കെ, ശരി. ആളടിയിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഇല്ല, ക്യാമറമാൻ അടിയിലെത്തിയിട്ടുണ്ട്. പാവാണ്. ഓക്കെ, ആ 11:13 11:23 11:25 തുടങ്ങും. ഓക്കെ, 11:25 തുടങ്ങും. ഈ ക്യാമറ സെറ്റ് ആയിക്കോ. 11:25 തുടങ്ങും. ഇപ്പൊ ലിങ്ക് ഉണ്ടാക്കാം. ഈ ചില ആളുകൾക്ക് ഓക്കെ ഉറങ്ങിപ്പോകും തോന്നുന്നുണ്ടല്ലോ, ഞാൻ 1 മിനിറ്റ് കൊണ്ട് ലിങ്ക് ഇടാം, എന്നിട്ട് ഞാൻ ലിങ്ക് തുറന്നിടും ചെയ്യട്ടോ. എന്നിട്ട് ആ തുറന്നിട്ട ലിങ്കിൽ നിങ്ങൾ ഇങ്ങനെ കയറി നോക്കും അവിടുത്തെ 10 മിനിറ്റ്. ഇനി അഥവാ ഞാൻ ഈ സൂമൊന്ന് പോയാൽ ഞാൻ ഇതാവുന്നുള്ള ഇത് തോന്നുന്ന ആളുകൾക്ക് ഇപ്പൊ ഞാൻ ലിങ്ക് ഇടാം, ആ ലിങ്കിൽ വേഗം കയറി നോക്കും കേട്ടോ. ലിങ്ക് ഓപ്പണും ചെയ്യാം. ശരിക്കും ലിങ്കിൽ ഞാൻ 11:25 വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ 11:25 വരിക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ അറിവിൽ ഞാനിപ്പോ വരും എന്നുള്ള ധാരണയിലാണ് നിങ്ങളുള്ളത്. ഏത് നിമിഷം ഞാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഓക്കെ നിങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുക. ഓക്കെ, സാർ പോരും. അപ്പൊ ശരി എന്നാ. അപ്പൊ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഒരു 11 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.